അപ്പൊ സ്കെയിൽ എന്ന് പറയുന്നത് ഡ്രോയിങ്ങിലെ ലെങ്ത് ബൈ ആക്ച്വൽ ലെങ്ത് ആണെന്ന് പറഞ്ഞു. അത് തന്നെയായിരുന്നു എന്ത് RF എന്ന് പറഞ്ഞാലും അല്ലെ. പക്ഷെ RF എന്ന് പറയുമ്പോൾ അവിടെ യൂണിറ്റ് നമ്മൾ സെയിം ആയിട്ട് വേണം പറയാൻ. ഡ്രോയിങ്ങിലെ ലെങ്ത് ബൈ ആക്ച്വൽ ലെങ്ത് തന്നെയാണ്, പക്ഷെ അവരെന്തിലായിരിക്കണം, സെയിം യൂണിറ്റിൽ വേണം പറയാനായിട്ട്. അതേപോലെ തന്നെ ഈ 3 ടൈപ്പ് സ്കെയിലുകൾ നമ്മൾ പറഞ്ഞു. ഫുൾ സൈസ് സ്കെയിൽ ഉണ്ട്, അതുപോലെ തന്നെ റെഡ്യൂസ്ഡ് സ്കെയിൽ ഉണ്ട്, എൻലാർജ്ഡ് സ്കെയിൽ ഉണ്ട്. ഇവരുടെയൊക്കെ RF എത്രയാണെന്ന് കണ്ടു. ഇനി ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്കെയിലുകളെ 2ആയിട്ട് തിരിച്ചതായിരുന്നു, എഞ്ചിനീയർ സ്കെയിലും അതുപോലെ തന്നെ ഗ്രാഫിക്കൽ സ്കെയിലും. ഈ ന്യൂമറിക്കലി ഒക്കെ എഴുതി വെക്കുന്ന സ്കെയിലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എഞ്ചിനീയർ സ്കെയിൽ അല്ലെ. ഇതുപോലെ എഴുതി വെക്കുന്നതാണ് എഞ്ചിനീയർ സ്കെയിൽ. ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യണതായിരുന്നു ഗ്രാഫിക്കൽ സ്കെയിൽ. ബെറ്റർ ആയിട്ടുണ്ടായിരുന്ന ഗ്രാഫിക്കൽ സ്കെയിൽ ആയിരുന്നു. അതിൽ നമ്മൾ പഠിച്ചതാണ് പ്ലെയിൻ സ്കെയില്, ഡയഗണൽ സ്കെയില്, വെർണിയർ സ്കെയില്. വെർണിയറിൽ തന്നെ ഫോർവേഡും ബാക്ക്വേർഡും, പിന്നെ എക്സ്റ്റെൻഡഡ് വെർണിയർ. അവസാനം നമ്മൾ പഠിച്ചതായിരുന്നു ഡബിൾ വെർണിയർ അല്ലെ. ആംഗുലാർ മെഷർമെന്റിന് യൂസ് ചെയ്യുന്ന ഡബിൾ വെർണിയർ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ഒരു സ്കെയിലാണ് കമ്പാരിറ്റീവ് സ്കെയിൽ. വെരി ഇമ്പോർട്ടന്റ്. കമ്പാരിറ്റീവ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ സ്കെയിലൊക്കെ ആലോചിച്ചാൽ മതി. സെയിം RF ആണ്, പക്ഷെ അവരുടെ 2 ഡിഫറെന്റ് യൂണിറ്റുകളെ റീഡ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് കമ്പാരിറ്റീവ് സ്കെയിൽ. അപ്പൊ അടുത്ത് കിടക്കുന്ന യൂണിറ്റ് ആവണം നിർബന്ധമൊന്നുമില്ല. നമ്മുടെ സാധാ സ്കെയിൽ ഇതാ ഇവിടെ ഒരു സ്കെയിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ സെന്റിമീറ്ററിലും, ഈ ഭാഗത്തൊക്കെ സെന്റിമീറ്ററിലും, ഈ ഭാഗത്തൊക്കെ ഇഞ്ചസിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ RF സെയിമും ആണ്. സോ ഒരൊറ്റ പോയിന്റ് ശ്രദ്ധിച്ചാൽ മതി, സെയിം RF ആയിരിക്കുക, പക്ഷെ ഡിഫറെന്റ് യൂണിറ്റ് സിസ്റ്റങ്ങളാണ് റീഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അത്തരം സ്കെയിലിനെയാണ് കമ്പാരിറ്റീവ് സ്കെയിൽ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് ആലോചിച്ച് വെക്കാനായിട്ട് നമ്മുടെ സാധാ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയില് ഒക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോ 2 സ്കെയിലുകൾ ഉണ്ടായിരിക്കും, പക്ഷെ രണ്ടിനും എന്താ, സെയിം RF ആണ്, പക്ഷെ റീഡ് ചെയ്യണത് ഡിഫറെന്റ് യൂണിറ്റുകളെ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ കമ്പാരിറ്റീവ് സ്കെയിൽ എന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്തത് സ്കെയിൽ ഓഫ് കോഡ്. നമുക്ക് ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് നമ്മളൊരു ഡിവൈസിനെ കണ്ടു അല്ലെ, പ്രൊട്രാക്ടർ. ഇത് പ്രൊട്രാക്ടറിന്റെ ആബ്സെൻസിൽ ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്കെയിൽ ഓഫ് കോഡ്. അപ്പോ എക്സാമിന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ആബ്സെൻസ് ഓഫ് പ്രൊട്രാക്ടറിൽ ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യണത് എന്താണ്, സ്കെയിൽ ഓഫ് കോഡ്. ഇത് നമ്മൾ വരച്ച് സെറ്റ് ചെയ്യാട്ടോ, അല്ലാതെ ഇതൊരു ഇൻസ്ട്രുമെന്റ് അല്ല, നമ്മൾ ഇതിനെ വരച്ച് ഉണ്ടാക്കുകയാണ്. നമ്മൾ പ്ലെയിൻ സ്കെയിലൊക്കെ ഉണ്ടാക്കിയില്ലേ, അതേപോലെ തന്നെ ഇതിനെയും വരച്ച് സെറ്റ് ചെയ്യാണ് ചെയ്യാം. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, സ്കെയിൽ യൂസ് ടു മേക്ക് ഓർ മെഷർ ആംഗിൾസ് ഓഫ് എനി മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ വെറുതെ ആംഗിൾ മെഷർ ചെയ്യാനായിട്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അല്ലെ, സ്കെയിൽ ഓഫ് കോഡും വരാം, പ്രൊട്രാക്ടറും വരാം. കറക്റ്റ് ആൻസർ ഏതാണ്, പ്രൊട്രാക്ടർ തന്നെയാണ് ഇത്തിരി കൂടി നല്ലത്. പക്ഷേ മേക്ക് അല്ലെങ്കിൽ സെറ്റ് ഔട്ട് ചെയ്യുക എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. ഓഫ് എനി മാഗ്നിറ്റ്യൂഡ്, ഇഷ്ടമുള്ള മാഗ്നിറ്റ്യൂഡിലുള്ള ആംഗിളുകൾ സെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണതാണ് ഈ സ്കെയിൽ ഓഫ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിലായിട്ട് അത് ചോദിക്കുള്ളൂ. ഒന്ന് the thing which is used to measure angle in the absence of protractor. അല്ലെങ്കിൽ വേണമെങ്കിൽ 2 ഓപ്ഷനും വരാം, പക്ഷെ ഈ ഒരു വാക്കുണ്ടാവും ശ്രദ്ധിച്ചാൽ മതി, മേക്ക് ഓർ മെഷർ ആംഗിൾ അല്ലെങ്കിൽ സെറ്റ് ഔട്ട് ആംഗിൾസ് എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട്. സ്കെയിൽ യൂസ് ടു സെറ്റ് ഔട്ട് ആംഗിൾസ് ഓഫ് എനി മാഗ്നിറ്റ്യൂഡ്, ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ സ്കെയിൽ ഓഫ് കോഡാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ചിലപ്പോൾ ഓപ്ഷനിൽ സ്കെയിൽ ഓഫ് കോഡ് ഉണ്ടാവും, പ്രൊട്രാക്ടർ ഉണ്ടാവും. അപ്പോ എനി മാഗ്നിറ്റ്യൂഡ് ഉള്ളത് എന്നൊക്കെ കാണുകയാണെങ്കിൽ അത് സ്കെയിൽ ഓഫ് കോഡ് ആണെന്നുള്ളത് ആലോചിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു നമുക്ക് അതിൽ ബാക്കി എടുക്കാനായിട്ടുണ്ടായിരുന്നേ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമ്മൾ ഇന്നലെ 2 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ 3ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിന്റെ RF ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചേ, എന്നിട്ടൊന്ന് കമന്റ് ചെയ്യാട്ടോ, അല്ലെങ്കിൽ പറയാം, മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാ എത്രയാ വരുന്നതെന്നുള്ളത്. ഏതാ ഓപ്ഷൻ സി അല്ലെ, അത് തന്നെയാണ് അല്ലെ. നോക്ക, RF എന്ന് പറഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് ഇവിടെ തന്നുള്ളത് 1 സെന്റിമീറ്ററും 4.7 മീറ്ററും. നമുക്ക് എന്ത് ചെയ്താൽ മതി, 1/4.7 ഇൻറ്റു മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് ആക്കാൻ 100 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, ഒരു പോയിന്റ് ഒരു സീറോയിൽ പോയി, പിന്നത്തെ ഒരു സീറോ കൂടെ ഇട്ട് കൊടുത്താൽ 1:470 എന്ന് കിട്ടും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ. ഇത് ആക്ച്വലി ഗ്രേഡ് 1 ചോദിച്ചിട്ടുണ്ടായിരുന്ന, എന്നിരുന്നാലും ഇതൊന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാ.
ഇതില് ഏത് സ്കെയിലാണ് ചെറുതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒരു എല്ലാവരുടെയും റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ഒന്ന് കണ്ടുപിടിക്കുക, RF കണ്ടുപിടിക്കുക. അപ്പൊ ആർക്കാണോ ഏറ്റവും ചെറിയ RF ഉള്ളത് അവരായിരിക്കും ഏറ്റവും ചെറിയ സ്കെയില്, ആർക്കാണോ ഏറ്റവും വലിയ RF ഉള്ളത് അവരായിരിക്കും ഏറ്റവും വലിയ സ്കെയില്. അപ്പൊ എല്ലാവരുടെയും RF ഒന്ന് കണ്ടുപിടിച്ചേ, എന്നിട്ട് ഏറ്റവും ചെറിയ RF ഉള്ളത് ആർക്കാണെന്ന് നോക്കുക. പിന്നെ ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ ആദ്യത്തെ ഒന്ന് നോക്കുക. ഇതിന്റെ RF എങ്ങനെ കണ്ടുപിടിക്കാം? 1 സെന്റിമീറ്റർ ബൈ 10 മീറ്റർ ആണല്ലേ. സോ 1/10 1 സെന്റിമീറ്റർ ബൈ 10 മീറ്റർ ആണ്. മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ ഇൻറ്റു 100 അല്ലേ. സോ ആദ്യത്തെ എന്റെ ഓപ്ഷൻ എയുടെ RF എത്ര കിട്ടുന്നേ? 1/1000. അടുത്തത് അതിലും എളുപ്പമാണ്, കാരണം സ്കെയില് തന്നിട്ടുണ്ടെങ്കിൽ RF ആക്കാൻ അതിലൊന്ന് ബൈ ആയിട്ട് എഴുതിയാൽ പോരെ, 1/10,000. അപ്പൊ ഈ രണ്ടെണ്ണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബി ആണല്ലേ ഏറ്റവും ചെറിയ സ്കെയില്, അതിനല്ലേ ഏറ്റവും ചെറിയ RF ഉള്ളത്. അടുത്തതിന്റെ RF നോക്കിയ 1/5000. ഇതിന്റെ RF കൂടി ഒന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് ഏതിനാണോ ഏറ്റവും കുറവ് RF ഉള്ളതെന്ന് ചെക്ക് ചെയ്യാം. സെന്റിമീറ്റർ നേരെ കിലോമീറ്റർ ആക്കണ്ട, ആദ്യം മീറ്ററിലേക്ക് മാറ്റുക, എന്നിട്ട് മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് ആക്കുക. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. സിയുടെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 1/5000. ഇപ്പൊ ഉള്ളതില് ബി ആണ് അല്ലെ. ഡിയും കൂടി ചെക്ക് ചെയ്ത് നോക്കുക, അതിന്റെ RF ഇതിലും ചെറുതാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ചെറിയ സ്കെയിൽ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡിയുടെ കിട്ടിയോ RF എത്രയാന്നുള്ളത്? 1/10⁶ ആണ്. 1/10⁶ അല്ലേ. ഓക്കെ, ദാറ്റ് ഈസ് 1 സെന്റിമീറ്റർ ബൈ 10 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു അതിനെ ആദ്യം മീറ്ററിലേക്ക് ആക്കാൻ ഇൻറ്റു 1000, അഗെയിൻ സെന്റിമീറ്ററിലേക്ക് ആക്കാൻ ഇൻറ്റു 100. അപ്പോ 10 ലക്ഷം എന്ന് വരും അല്ലെ. 10⁶ തന്നെയാണ് 1/10⁶, അല്ലെങ്കിൽ 10 ലക്ഷം. 1 2 3 4 5 10 ലക്ഷം. അപ്പോ ഇപ്പൊ ഉള്ളതില് ഏറ്റവും ചെറിയ RF ആർക്കാ? ഓപ്ഷൻ ഡിക്കാണ്. ഇങ്ങനെയാട്ടോ ചെക്ക് ചെയ്യാം. അപ്പൊ വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗ്രേഡ് 1 ഇതിനു മുമ്പ് ചോദിച്ചിട്ടേ എന്നുള്ളൂ. ഗ്രേഡ് 3 ഒക്കെ ചോദിക്കാവുന്നതാണ്, കാരണം അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യമൊന്നുമല്ല. അപ്പോൾ ഏറ്റവും ചെറിയ RF ആർക്കാണോ അവരായിരിക്കും ചെറിയ സ്കെയില്, ഏറ്റവും വലിയ RF ആരാണോ അതായിരിക്കും ഏറ്റവും വലിയ സ്കെയില്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ സ്കെയിൽ ഏതാ? ABCDയിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും വലുത്? ഓപ്ഷൻ എ. അതാണ് 1/1000 ഉള്ളത് അല്ലെ. ഉള്ളതിൽ ഏറ്റവും വലുത് അത് മാത്രമാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ട് ചെയ്യാട്ടോ. എല്ലാം PYQ ആണേ. ഒരു 15 ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യുന്നത് PYQ തന്നെയാണ്. Ratio of length of an actual object to the length of drawing is given as 10. Find scale and RF. കിട്ടിയോ? ഡെഫിനേഷൻ ഒന്ന് എല്ലാവരും എഴുതി നോക്കുക, RF എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അല്ലെ. ഡ്രോയിങ്ങിലെ ലെങ്ത് ബൈ ആക്ച്വൽ ലെങ്ത് തന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണോ ഓർഡർ എന്നും കൂടി നോക്കുക. തന്നിരിക്കുന്നത് RF ആണോ 1/RF ആണോ? 1/RF അല്ലെ. ആക്ച്വൽ ഒബ്ജക്ട് ടു ലെങ്ത് ഓഫ് ഡ്രോയിങ് ആണ് 10 തന്നിട്ടുള്ളത്. സോ RF എത്രയായിരിക്കും? 1/10 അല്ലെ. നേരെ തിരിച്ചിട്ട് തന്നിട്ടുള്ളത് ആക്ച്വൽ ലെങ്ത് ബൈ ലെങ്ത് ഇൻ ഡ്രോയിങ് ആണ് 10 എന്ന് തന്നിട്ടുള്ളത്. നമുക്ക് വേണ്ടതോ ലെങ്ത് ഇൻ ഡ്രോയിങ് ബൈ ആക്ച്വൽ ലെങ്ത്. അപ്പൊ ഓപ്ഷൻ എ തന്നെ അല്ലെ. ഇത് RF 1/10 ആണെങ്കിൽ സ്കെയില് 1:10. സോ ഓപ്ഷൻ എ. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. അടുത്തത് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. സ്കെയിൽ റെപ്രസെന്റ് ഐദർ 2 യൂണിറ്റ്സ് ഓർ എ യൂണിറ്റ് ആൻഡ് എ സബ് ഡിവിഷൻ. ഏത് സ്കെയിൽ ആയിരിക്കും? 2 യൂണിറ്റുകളോ അല്ലെങ്കിൽ ഒരു യൂണിറ്റും അതിന്റെ സബ് ഡിവിഷനും റെപ്രസെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സ്കെയിൽ. സി പ്ലെയിൻ സ്കെയിൽ ആണ് അല്ലെ. 2 യൂണിറ്റുകളെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പ്ലെയിൻ സ്കെയിൽ. അടുത്തടുത്ത് കിടക്കുന്ന 3 ആണെങ്കിൽ ഡയഗണല്, വെറുതെ 3 ഡയമെൻഷൻസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് വെർനിയർ സ്കെയിൽ. ഇനി ബിൽഡിങ്ങിന്റെ ഡ്രോയിങ്സ് ഒക്കെ നമ്മൾ വരയ്ക്കുന്നത് ഏതിലാ? റെഡ്യൂസിംഗ് ആണോ, എൻലാർജിങ് ആണോ, ഫുൾ സൈസിലാണോ? റെഡ്യൂസിംഗിലാണ്. ബിൽഡിങ്ങിന്റെ ഡ്രോയിങ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? വലുതിനെ ചെറുതാക്കി വരയ്ക്കണം. റെഡ്യൂസിംഗ് സ്കെയിലായിരിക്കും വരയ്ക്കുക. Ratio of the drawing to the actual size of object in the same unit is called
ആർ എഫ് ആണ്, റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ആണ് അല്ലെ. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. ഡ്രോയിങ്ങിലെ ലെങ്ത് ബൈ ആക്ച്വൽ സൈസ് അല്ലെങ്കിൽ ആക്ച്വൽ ലെങ്ത്. ഇനി ടു മേക്ക് ദ ഡ്രോയിങ് ഓഫ് ബിഗ് മെഷീൻസും ബിൽഡിങ്ങും ഡാഷ് സ്കെയിൽസ്. അത് തന്നെ അല്ലെ, ഏകദേശം ഒരു റിപ്പീറ്റേഷൻ പോലെ വന്നിട്ടുള്ളതാണ്. വലിയ മെഷീൻസും ബിൽഡിംഗ്സും നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ചെറുതാക്കി വരയ്ക്കണം അല്ലെ. റെഡ്യൂസ്ഡ് സ്കെയിൽ ആണ് അവിടെയൊക്കെ യൂസ് ചെയ്യാം. ഇനി സ്കെയിൽ ഓഫ് കോഡ് ഈസ് യൂസ് ടു മെഷർ ഓർ സെറ്റ് ഔട്ട്. ഏതാണ്? ഓപ്ഷൻ ഡി അല്ലെ. ആംഗിളുകൾ മെഷർ ചെയ്യാനും സെറ്റ് ഔട്ട് ചെയ്യാനായിട്ടാണ് സ്കെയിൽ ഓഫ് കോഡ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ആർ എഫും കൂടി ഒന്ന് കണ്ടുപിടിച്ചേ. 2 സെന്റിമീറ്റർ ഈക്വൽ ടു 1 മീറ്റർ. 1 മീറ്റർ എന്നാട്ടോ, 1.0 മീറ്റർ, 1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ആർ എഫ് എത്രയായിരിക്കും? 1:50. 1:50 അല്ലേ. 2 സെന്റിമീറ്റർ ബൈ 1 മീറ്റർ. അപ്പോ 2 സെന്റിമീറ്റർ 1 മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ അഗൈൻ ഇൻറ്റു 100 ചെയ്യണം. അപ്പൊ 2/100 രണ്ടും ഇപ്പൊ സെയിം യൂണിറ്റ് ആയി. സോ 1/50 അല്ലെ. ഇതിനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1/50. ഓക്കെ, ശരിക്കും അത് സ്കെയിലാണ്. ആർ എഫ് എന്ന് പറഞ്ഞിട്ടാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 1/50 എന്നാണ് വേണ്ടത്. കുഴപ്പമില്ല, 1:50 PYQ അല്ലേ. ഇനി ആർ എഫ് 200:1 റെപ്രസെന്റ്സ് ഏത് സ്കെയിലാ? എൻലാർജ്ഡ് സ്കെയിൽ അല്ലെ. ഇതിന്റെ മീനിങ് തന്നെ എന്താ അല്ലെ, 1 യൂണിറ്റ് ഉള്ളതിനെ 200 ഇരട്ടിയാക്കിയിട്ട് വലുതാക്കി വരയ്ക്കുന്നു. സോ ഇതൊരു എൻലാർജ്ഡ് സ്കെയിൽ ആണ്, ഒരു സംശയമില്ല. അടുത്തത് നോക്കിക്കോ. വെൻ 1 സെന്റിമീറ്റർ ഓൺ എ മാപ്പ് റെപ്രസെന്റ്സ് 10 മീറ്റർ ഓൺ എ ഗ്രൗണ്ട്, ആർ എഫ് ഓൺ ദ സ്കെയിൽ ഈസ്. ആർ എഫിന് വേറെ ഒരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, മാപ്പും ഗ്രൗണ്ടും ഒക്കെ വെച്ചിട്ട്. അങ്ങനെ ആലോചിച്ച് നോക്കുക കേട്ടോ. അങ്ങനെ ആലോചിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് എപ്പോഴും എന്താ, ഡ്രോയിങ്ങിലെ ലെങ്ത് ബൈ ആക്ച്വൽ ലെങ്ത് ആണ്. അപ്പൊ അത് ഏതായിരിക്കും ഇതിലെ ആക്ച്വൽ എന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ കിട്ടും. ഇതൊക്കെ ചെയ്തു നോക്കണോ? നേരെ പറഞ്ഞൂടെ ആൻസർ? ഓപ്ഷനെ 1/1000 അല്ലെ. ആർ എഫ് 1/1000. നോക്കുക, 1 സെന്റിമീറ്റർ ഓൺ എ മാപ്പാണ് നമ്മുടെ ഡ്രോയിങ് അല്ലേ. എന്നാ ഗ്രൗണ്ടില്, അതായത് അതിന്റെ ആക്ച്വൽ ലെങ്ത് 10 മീറ്റർ ആയിരുന്നു, അതിനെ 1 സെന്റിമീറ്റർ ആയിട്ടാണ് വരയ്ക്കുന്നത്. സോ ബേസിക്കലി എന്താ, 1 സെന്റിമീറ്റർ ബൈ 10 മീറ്റർ. ഇനി ചെയ്യാനാണോ നമുക്ക് പാട്? 1 സെന്റിമീറ്റർ ബൈ 10 മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ അഗൈൻ ഇൻറ്റു 100. സോ 1/1000 അല്ലെങ്കിൽ സ്കെയിൽ എന്ന് പറയുന്നത് 1:1000. അടുത്തത് എ സ്കെയിൽ റെപ്രസെന്റിങ് ഐദർ 3 യൂണിറ്റ്സ് ഓർ എ യൂണിറ്റ് or only 1 unit and its fraction up to second decimal of decimal point is diagonal scale. ശരിക്കും ഇതിൽ വെർണിയറും വേണമെങ്കിൽ വരാല്ലേ. പക്ഷെ എപ്പോഴും ഇങ്ങനത്തെ ഒരു ചോദ്യം വരുമ്പോൾ എന്താ, ഡയഗണൽ സ്കെയിൽ ആണ് ഏറ്റവും നല്ലൊരു ആൻസർ. ഓക്കെ, അടുത്തടുത്തെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും 3 യൂണിറ്റുകൾ അല്ലെങ്കിൽ ഡയഗണൽ പോയിന്റ് ആയിട്ട് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2.43 ആയിരുന്നു തോന്നുന്നു അല്ലെ. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസുകളെ റെപ്രസെന്റ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡയഗണൽ സ്കെയിൽ ആണ്. ആർ എഫിന്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ ഇവിടെ എഴുതാം. ABCD ഓപ്ഷൻ പറഞ്ഞാൽ മതി. റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ. ഓപ്ഷൻ ബി അല്ലേ. ഓപ്ഷൻ ബി, റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ. ഓക്കെ, 2-3 തവണയൊക്കെ ഈ ആർ എഫിന്റെ ഫുൾ ഫോം ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ. അപ്പോ ഇപ്പോഴാലോചിക്കുക, റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ആണ് ആർ എഫ് എന്ന് പറയുന്നത്. സെയിം യൂണിറ്റ് ആയിരിക്കണം. ഇത്രയൊക്കെ ഇതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളൂ. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ സ്കെയിൽ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ 2-3 ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചോദിക്കുകയാണ്. സർവേ മാപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന സ്കെയിൽ ഏതാ? സർവേ മാപ്പില് റെഡ്യൂസിങ് സ്കെയിൽ എന്നല്ല, അത് ഗ്രാഫിക്കൽ സ്കെയിൽ ആണ്. ഗ്രാഫിക്കൽ സ്കെയിൽ നമ്മളിപ്പോ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലാനും എലിവേഷനും ഒക്കെ വരയ്ക്കുന്നത് ഏത് സ്കെയിലാണെങ്കിൽ റെഡ്യൂസിങ് സ്കെയിൽ എന്ന് പറയാം. സർവേ മാപ്പ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ വേൾഡ് മാപ്പ് എന്നൊക്കെ പറയുന്നത് പിന്നെ അത് ഓൾറെഡി റെഡ്യൂസ്ഡിലാണ് വരച്ചിട്ടുള്ളത്. അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന സ്കെയിൽ ഗ്രാഫിക്കൽ സ്കെയിൽ എന്നാട്ടോ പറയണ്ടേ. റെഡ്യൂസ്ഡ് സ്കെയിൽ തന്നെയാണ് വരയ്ക്കുന്നത്. അതിലൊരു കൺഫ്യൂഷൻ ഇല്ല. അത് ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിക്കോളും. ഓക്കെ, അതുപോലെ തന്നെ സെയിം ആർ എഫ് ആണ്, പക്ഷേ ഗ്രാജുവേറ്റഡ് ടു റീഡ് ഡിഫറെന്റ് യൂണിറ്റ് സിസ്റ്റം ആണെങ്കിൽ സെയിം ആർ എഫ് ആണ്, പക്ഷെ ഗ്രാജുവേറ്റ് ടു റീഡ് ഡിഫറെന്റ് യൂണിറ്റ് സിസ്റ്റം ആണെങ്കിൽ അത് ഏത് ടൈപ്പ് സ്കെയിൽ ആയിരിക്കും? സെയിം ആർ എഫ് ആണ്.
കമ്പാരിറ്റീവ് സ്കെയിൽ. കമ്പാരിറ്റീവ് സ്കെയിൽ. ഈ ഒറ്റ പോയിന്റ് നോക്കിയാൽ മതി കേട്ടോ. സെയിം RF എന്ന് പറഞ്ഞാൽ അത് കമ്പാരിറ്റീവ് സ്കെയിൽ ആയിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ മെയിൻ സ്കെയിലും റീഡ് ചെയ്യണതും വെർനിയർ സ്കെയിൽ റീഡ് ചെയ്യണതും സെയിം ഡയറക്ഷനിലാണെങ്കിൽ അത് ഏത് ടൈപ്പ് വെർനിയർ ആയിരിക്കും? ഫോർവേഡ് വെർനിയർ ആയിരിക്കും. ഓക്കെ. ഫോർവേഡില് മെയിൻ സ്കെയിൽ ഡിവിഷൻ ആണോ കൂടുതൽ, വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആണോ കൂടുതൽ? ഫോർവേഡിൽ കേട്ടോ. മെയിൻ സ്കെയിൽ റീഡിങ് എപ്പോഴും വെർനിയർ സ്കെയിൽ റീഡിങ്ങിനേക്കാൾ ഒന്ന് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ ലീസ്റ്റ് കൗണ്ട് കാണുന്നത് എങ്ങനെയാ? മെയിൻ MSD നിന്നും VSD കുറയ്ക്കുക. ഇക്വേഷനും മറക്കരുത് കേട്ടോ. n ഡിവിഷൻ ഓൺ വെർനിയർ സ്കെയിൽ എന്ന് പറയുന്നത് n -1 ഡിവിഷൻ ഓൺ മെയിൻ സ്കെയിലിനോട് ഈക്വൽ ആയിരിക്കും അല്ലെ. മെയിൻ സ്കെയിലിനേക്കാൾ ഒന്ന് കുറവാണ് വെർനിയർ സ്കെയിലില്. ഓക്കെ. എഴുതുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും, പക്ഷെ ഇതുപോലെ വായിച്ചാലേ ആ ഇക്വേഷൻ കറക്റ്റ് ആവുള്ളൂ. ഓക്കെ. സോ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. ഫോർവേഡ് കിട്ടിക്കഴിഞ്ഞാൽ റിട്രോഗ്രേഡ് നമുക്ക് എഴുതിക്കൂടെ? റിട്രോഗ്രേഡെന്നോ അല്ലെങ്കിൽ ബാക്ക്വേർഡ് വെർനിയറോ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ. സോ അത്രയാണോ നമുക്ക് സ്കെയിൽ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇത്രയും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ലാറ്റിൻ വേർഡാണ്. പുതിയൊരു ചാപ്റ്റർ ആണ്, ഒരു ലാറ്റിൻ വേർഡ് ആണ്. ഇതിന്റെ മീനിങ് ടു ത്രോ ഫോർവേഡ് എന്നാ. ടു ത്രോ ഫോർവേഡ്. ഓക്കെ. അപ്പോ ബേസിക്കലി ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു പ്ലെയിൻ ആണെന്ന് വിചാരിച്ചു. അതായത് ഇത് ജസ്റ്റ് നമ്മുടെ ഒരു ചുമരാണ്. ഈ ചുമരിന്റെ മുമ്പിൽ ഞാനൊരു പേന ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. പേന. ഓക്കെ. നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഈ ഔട്ടർ സർഫസ് എന്നുള്ള ലൈനുകൾ ഉണ്ടല്ലോ, ഇവിടേക്ക് നമ്മൾ എന്താണ് എടുത്തെറിയുക. ടു ത്രോ ഫോർവേഡ് എന്ന് പറഞ്ഞ് എടുത്തെറിയുക. എന്നിട്ട് ഇവിടെ കിട്ടുന്നുണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഒരു സർഫസിലേക്ക് അതിനെ എടുത്തെറിയുക. ഈ പരിപാടിയാണ് പ്രൊജക്ഷൻ. ഇനി നമുക്ക് ഇപ്പൊ പണ്ടത്തെ കാലാണെന്ന് വിചാരിക്കട്ടോ. പണ്ടത്തെ ഒരു ക്യാമറയാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കണം. അതായത് ആ ഫോട്ടോ നമ്മുടെ കയ്യിലേക്ക് കിട്ടണമെങ്കിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആവശ്യം? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? അതായത് നമുക്കൊരു ഫോട്ടോ, ഒരു ക്യാമറ വേണ്ടേ? ഫോട്ടോ എടുക്കുന്ന ഒരു ക്യാമറ വേണം അല്ലെ? ഒരു ഒബ്ജക്റ്റ് വേണം. അതുപോലെ തന്നെ ഇത് പതിയാനായിട്ട് എന്ത് വേണം? ഒരു ഫിലിം വേണം, നല്ല ലൈറ്റ് വേണം. ഇത്രയല്ലേ നമുക്ക് ശരിക്കും ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് പണ്ടത്തെ ക്യാമറ ഉപയോഗിച്ചിട്ട് അല്ലെ? ഒരു ക്യാമറ വേണം. അതുപോലെ തന്നെ എന്തിനാണോ നമ്മൾ പിക്ക് എടുക്കുന്നത് ആ ഒരു ഒബ്ജക്റ്റ് വേണം. ഈ ഒബ്ജക്റ്റ് പതിയാനായിട്ട് ഒരു ഫിലിം വേണം. ഇതൊക്കെ കിട്ടണമെങ്കിൽ നല്ലൊരു ലൈറ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ. ഇതേപോലെ തന്നെയാണ് പ്രൊജക്ഷനിലും ആവശ്യമായിട്ടുള്ളത്. പ്രൊജക്ഷനിൽ മെയിൻ ആയിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു നമ്മുടെ കണ്ണ്, ദാറ്റ് ഈസ് ഒബ്സർവർ വേണം. ക്യാമറ വേണമെന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു ഒബ്സർവർ വേണം. അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് വേണം. തീർന്നില്ല. ഏതിലേക്കാണോ നമ്മൾ ഇമേജിനെ പതിക്കുന്നത് അതിനെ നമ്മൾ ഫിലിം എന്നാണല്ലേ പറഞ്ഞത്. ഇവിടെ അതിനെ നമ്മൾ വിളിക്കുക പിക്ചർ പ്ലെയിൻ എന്നായിരിക്കും. പിക്ചർ പ്ലെയിൻ. ഒരു പിക്ചർ പ്ലെയിൻ വേണം. പിക്ചർ പ്ലെയിൻ എന്നും പറയാം, അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയാം. പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ഓക്കെ. ഇനി ഈ സ്ട്രെയിറ്റ് ലൈനുകൾ കണ്ടോ? ഇങ്ങനെ ഡാഷ് ഡാഷ് ആയിട്ട് പോയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊജക്ടേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇമേജ് പതിയാനായിട്ട് നമുക്ക് വേണ്ടത്. ഓക്കെ. അപ്പൊ ഒരു കണ്ണ് നിൽക്കുന്ന പോയിന്റിനെ ഒബ്സർവർ എന്ന് വിളിച്ചു അല്ലെ? എവിടെയാണോ ഒബ്സർവറിന്റെ ഐ നിൽക്കുന്നത് അതാണ് നമ്മുടെ ഒബ്സർവർ ഐന്നോ ഒബ്സർവറിന്റെ ഐന്നോ അല്ലെങ്കിൽ സ്റ്റേഷൻ പോയിന്റ് എന്നോ പറയാം കേട്ടോ. ഒബ്സർവർ ഐ അല്ലെങ്കിൽ സ്റ്റേഷൻ പോയിന്റ് എന്നും പറയാം. അതുപോലെ തന്നെ ഇമേജ് പതിയുന്ന പ്ലെയിനെ നമ്മൾ പിക്ചർ പ്ലെയിൻ അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് വിളിച്ചു. സ്ട്രെയിറ്റ് ലൈൻ, ഓരോ പോയിന്റിൽ നിന്നുള്ള സ്ട്രെയിറ്റ് ലൈനുകളെ നമ്മൾ വിളിച്ച പേരാണ് പ്രൊജക്ടേഴ്സ്. പ്രൊജക്ഷൻ എന്നല്ല കേട്ടോ, പ്രൊജക്ടേഴ്സ് എന്ന് വിളിച്ചു. ഓക്കെ. ലൈറ്റ് റേസിനെ വിളിക്കുന്നതാണ് പ്രൊജക്ടേഴ്സ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഒരു വലിയൊരു ഒബ്ജക്റ്റ്, അതിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ ഒരു പിക്ചർ പ്ലെയിനിൽ തട്ടുമ്പോൾ നോക്കി അതിന്റെ ഒരു ചെറിയൊരു ഇമേജ് നമുക്ക് ഇവിടെ കിട്ടും. ഇതാണ് ബേസിക്കലി പ്രൊജക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ടേംസുകൾ ഒന്ന് പഠിക്കാം. അപ്പോ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇമേജ് ഓഫ് എൻ ഒബ്ജക്ട് ത്രോൺ അപ്പോൺ ബൈ എ പ്ലെയിൻ ബൈ ഡ്രോയിങ് സ്ട്രെയിറ്റ് ലൈൻ. അല്ലെ? നമ്മൾ നേരത്തെ കണ്ടൂല്ലേ, ഇപ്പൊ ഒരു ഐ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആണെന്ന് വിചാരിച്ചോ. ഒരു ഐ സെക്ഷനെ പ്രൊജക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു പ്ലെയിനിലേക്ക് ഇതിനെ എടുത്തങ്ങോട്ട് എറിയാണ്. ഇതിനെടുത്ത് എറിയാന്ന് പറഞ്ഞാൽ ഈ ഇമേജുകളൊക്കെ ഇതിലേക്ക് നമുക്ക് വരുത്തണം. ഇങ്ങനെ വരുത്തി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു ഒബ്ജക്റ്റിനെ എത്തിക്കുക ഈ റേസ് ഒക്കെ ഉപയോഗിച്ചിട്ട്.
പ്രൊജക്ഷൻ ഈസ് ദ ഇമേജ് ഓഫ് ആൻ ഒബ്ജക്ട് ത്രോൺ അപ്പോൺ ബൈ എ പ്ലെയിൻ ബൈ ഡ്രോയിങ് സ്ട്രെയിറ്റ് ലൈൻസ് ഉപയോഗിച്ച് ഇതിനെ ഒരു പ്ലെയിനിലേക്ക് എത്തിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഈ സ്ട്രെയിറ്റ് ലൈൻസിനെ നമുക്ക് വിഷ്വൽ റേസ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രൊജക്ടേഴ്സ് എന്ന് പറയാം. പ്രൊജക്ടേഴ്സ്. ഇത് എവിടെ നിന്നാണ് ഈ പ്രൊജക്ടേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒബ്സർവറിന്റെ ഒരു ഐ ഉണ്ട് അല്ലെ, നമ്മുടെ കണ്ണ് നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അപ്പൊ ഇതിൽ നിന്നാണ് ഈ റേസ് ഒക്കെ വരുന്നത്. ഓക്കെ, ഇനി ഐ ഓഫ് ദ ഒബ്സർവറിനെ നമുക്ക് പോയിന്റ് ഓഫ് സൈറ്റ് എന്നോ അല്ലെങ്കിൽ സെന്റർ ഓഫ് പ്രൊജക്ഷൻ എന്നോ അതുപോലെ തന്നെ സ്റ്റേഷൻ പോയിന്റ് എന്നോ പറയാം. അപ്പൊ ഈ മെയിൻലി ഈ 4 ആൾക്കാർ മതി നമുക്കൊരു നല്ല ഒരു ഇമേജ് കിട്ടാനായിട്ട്. ഓക്കെ, അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. എന്താണ് പ്രൊജക്ഷൻ എന്നുള്ളത്? പ്രൊജക്ഷൻ എന്താണെന്നും ചോദിക്കില്ല, പക്ഷെ എന്നിരുന്നാലും അറിഞ്ഞിരിക്കുക. നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ ഈ വേരിയസ് പോയിന്റുകളൊക്കെ യോജിപ്പിച്ച് ഒരു പ്ലെയിനിലേക്ക് അതിന്റെ ഇമേജ് കിട്ടുന്ന പരിപാടിനെയാണ് പ്രൊജക്ഷൻ എന്ന് വിളിക്കുക. അതാണ് കേട്ടോ ഇവിടെ സിമ്പിൾ ആയിട്ട് എഴുതിയിരിക്കുന്നത്. പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് ആണ്, അതൊരു പ്ലെയിനിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് അതിലേക്ക് എത്തിക്കുകയാണ്. ആ സ്ട്രെയിറ്റ് ലൈനുകളെ നമ്മൾ പ്രൊജക്ടേഴ്സ് എന്ന് വിളിച്ചു. അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേ? ഒബ്സർവറിന്റെ കണ്ണിൽ നിന്ന്. ആ ഒബ്സർവറിന്റെ കണ്ണിനെ സ്റ്റേഷൻ പോയിന്റ് എന്നോ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് സൈറ്റ് എന്നോ അല്ലെങ്കിൽ സെന്റർ ഓഫ് പ്രൊജക്ഷൻ എന്നൊക്കെ പറയാം. കൂടുതലായിട്ടും കാണുന്ന ഈ ഒരു വാക്കായിരിക്കും കേട്ടോ, സ്റ്റേഷൻ പോയിന്റ് അല്ലെങ്കിൽ ഐ ഓഫ് ഒബ്സർവർ. ഇനി പ്രൊജക്ടേഴ്സിനെ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാം. അതിനു മുമ്പ് ബാക്കിയുള്ള ഡെഫിനേഷൻ കൂടി നോക്കണ്ടോ. പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് പ്ലെയിനിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്, ഇതിനെയാണ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് വിളിക്കുക. അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഇതിനെ പിക്ചർ പ്ലെയിൻ എന്നും പറയാം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പിക്ചർ പ്ലെയിൻ. ഇമേജ് പതിയുന്ന പ്ലെയിനെ വിളിക്കുന്ന പേരാണ് പിക്ചർ പ്ലെയിൻ. പ്രൊജക്ടേഴ്സ് നമ്മൾ കണ്ടൂല്ലേ? പ്രൊജക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനാ. ഇവിടെ നിന്ന് അത് വരച്ചേക്കണേ ശ്രദ്ധിച്ചോ. അത് ഇപ്പൊ ഒരു ഐ സെക്ഷൻ ആണെങ്കിൽ ഇതിന്റെ കോണ്ടൂർ എന്ന് പറഞ്ഞ ഈ ഔട്ടർ സർഫസുകൾ ഉണ്ടല്ലോ, ഈ ഔട്ടർ സർഫസുകളിലൂടെയാണ് ആ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരച്ചു പോയിട്ടുള്ളത്. ഈ കോണ്ടൂറുകളിലൂടെ വരച്ചു പോയിട്ട് നമുക്കൊരു ഇമേജ് കിട്ടുകയാണ് ചെയ്യുക. ദാറ്റ് ഈസ് പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാലും മതി, പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനുകളാണ് ഡ്രോൺ ഫ്രം എ പോയിന്റ്. ഇത്ര വരെ മതി, ഇത്ര വരെ നോട്ട് ചെയ്താൽ മതി. ഓക്കെ, ഒബ്ജക്റ്റിന്റെ ഔട്ടർ ഭാഗങ്ങളിൽ നിന്നാണ് വരയ്ക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഒരു പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന കുറെ സ്ട്രെയിറ്റ് ലൈനുകളെയാണ് നമ്മൾ പ്രൊജക്ടേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? തുടക്കം ചിലപ്പോൾ ഇത്തിരി കൺഫ്യൂഷൻ. ഓക്കെ ആണ്. അപ്പൊ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഇനി നമുക്ക് ഈ പ്രൊജക്ടേഴ്സിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യണം. ഇത്രയുണ്ട് ക്ലാസിഫിക്കേഷൻ. ഇത് ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് ഒരു എളുപ്പത്തിൽ ആദ്യം ക്ലാസിഫൈ ചെയ്യാം. നേരെ തന്നെ അതിലേക്ക് പോകണ്ട. ഈ പ്രൊജക്ഷൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. പ്രൊജക്ഷൻസിനെ ഈ പ്രൊജക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാട്ടോ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഡയഗ്രത്തിൽ തന്നെ എക്സാമിന് കുറെ ക്വസ്റ്റ്യനുകൾ ചോദിക്കും. ഈ ക്ലാസിഫിക്കേഷൻ നമുക്ക് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പ്രൊജക്ഷൻസിനെ പ്രൊജക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ് പാരലൽ പ്രൊജക്ഷനും അതുപോലെ തന്നെ പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്നും അങ്ങനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇത്രയുള്ളൂ. പ്രൊജക്ടേഴ്സ്, അതായത് പ്രൊജക്ടേഴ്സ് അതെന്താ? സ്ട്രെയിറ്റ് ലൈൻ അല്ലെ, തമ്മിൽ പാരലൽ ആണെങ്കിൽ ഇവരെ വിളിക്കുന്നതാണ് പാരലൽ പ്രൊജക്ഷൻ. ഇനി പ്രൊജക്ടേഴ്സ് ഏതെങ്കിലും പോയിന്റിലേക്ക് വന്നിങ്ങനെ മുട്ടാണ്, നമ്മൾ എന്താ പറയുക, ഇതിനെ കൺവേർജ് ചെയ്യാന്ന് പറയും അല്ലെ. പ്രൊജക്ടേഴ്സ് എവിടെന്നോ വരുന്നുണ്ട്, അത് ഒരു പോയിന്റിൽ വന്നിട്ട് മീറ്റ് ചെയ്യാണ്. സോ പ്രൊജക്ടേഴ്സ് എവിടെയോ വന്ന് കൺവേർജ് ചെയ്യാണ്. അത്തരം പ്രൊജക്ഷൻസിനെയാണ് പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് വിളിക്കുക. ഇങ്ങനെ കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ കൺവേർജന്റ് പ്രൊജക്ഷൻ എന്നും കൂടി പറയാറുണ്ട്. കൺവേർജന്റ് പ്രൊജക്ഷൻ എന്നും. ഇനി പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാലേ ശരിക്കും നമ്മൾ കാണുന്ന പോലെ വരയ്ക്കുന്ന ഒരു പ്രൊജക്ഷനാണ്. ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ തന്നെ മുമ്പിലേക്ക് നിന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യൂ ആയിരിക്കും കിട്ടുക. നിങ്ങൾ ഇനി ഒരു സൈഡിലേക്ക് മാറി നോക്കിയാൽ വേറൊരു വ്യൂ ആയിരിക്കും കിട്ടുക. അപ്പൊ നമ്മുടെ കാണുന്ന പോലെ വരയ്ക്കുന്ന ഒരു പ്രൊജക്ഷനാണ് ഈ പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ. അതുകൊണ്ട് തന്നെ അതിനെ മറ്റൊരു പേരാണ്, അത് ഇതുവരെ ചോദിച്ചിട്ടില്ല, എന്നിരുന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, സീനോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ പേഴ്സ്പെക്റ്റീവിന്റെ മറ്റു പേരുകളാണ് കൺവേർജന്റ്. ഒരു പോയിന്റ് വന്നിട്ട് കൺവേർജ് ചെയ്യുന്നതുകൊണ്ട് അതിനെ കൺവേർജന്റ് പ്രൊജക്ഷൻ എന്നും, കാണുന്ന പോലെ വരയ്ക്കുന്നതുകൊണ്ട് സീനോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നും, ബേസിക്കലി ഇതിനെ പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്നും വിളിച്ചു. നമുക്കിവിടെ കംപ്ലീറ്റ്ലി പാരലൽ പ്രൊജക്ഷന്റെ ക്ലാസിഫിക്കേഷൻ ആട്ടോ ആവശ്യമുള്ളത്. ഈ പാരലൽ പ്രൊജക്ഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. ഒന്ന് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നും
ദെൻ ഒബ്ലിക് പ്രൊജക്ഷൻ ആണ്. ഓർത്തോഗ്രാഫിക്കും ഒബ്ലിക്കും. ഇനി ശ്രദ്ധിക്കാട്ടോ, ഓർത്തോഗ്രാഫിക് എന്ന് പറഞ്ഞാല് ഓർത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ട ഒരു വാക്ക് പെർപെൻഡിക്കുലർ എന്നാണ്. ഓക്കെ, ഓർത്തോ മീൻസ് 90 ഡിഗ്രി. ഓക്കെ, ഒബ്ലിക് എന്ന് പറഞ്ഞാലോ എന്താ മൈൻഡിലേക്ക് വരുന്നേ? ഒബ്ലിക് എന്താ? ഒബ്ലിക് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞത്, ഒരു ഇൻക്ലൈൻഡ് എന്നുള്ളൊരു മീനിങ് ആട്ടോ. അപ്പൊ ഈ ഓർത്തോഗ്രാഫിക്കിലെ പ്രൊജക്ടേഴ്സിന് ഒരു മാറ്റമില്ല, കാരണം ഇവരൊക്കെ പാരലലിന്റെ അണ്ടറിൽ വരുന്നല്ലേ. അപ്പൊ ഓർത്തോഗ്രാഫിക് എന്ന് പറഞ്ഞാലും പ്രൊജക്ടേഴ്സ് തമ്മിൽ പാരലൽ തന്നെയാ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഉണ്ടല്ലോ, പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനും ഈ പ്രൊജക്ടേഴ്സും പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, പ്രൊജക്ടേഴ്സ് പാരലൽ ടു ഈച്ച് അതർ. അതാ കണ്ടോ, രണ്ടെണ്ണം വരുന്നത് പാരലലാണ്. പക്ഷെ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ നോക്കിയേ, പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇമേജ് പതിയുന്ന പ്ലെയിനിന് പ്രൊജക്ടേഴ്സ് എങ്ങനെയാ? അതാ പെർപെൻഡിക്കുലർ, 90 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. ഇതിനെയാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഒബ്ലിക് എന്തായിരിക്കും? പ്രൊജക്ടേഴ്സ് എന്തായാലും തമ്മിൽ പാരലൽ തന്നെയായിരിക്കണം. അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവരെ പാരലൽ എന്ന് പറയാൻ പാടില്ല. അപ്പോ ഇതില് പ്രൊജക്ടേഴ്സ് വരുന്നത് ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും. അവരും തമ്മിൽ പാരലല്ല. കണ്ടോ, വരുന്ന പ്രൊജക്ടേഴ്സ് പാരലല്ല. പക്ഷെ നോക്കിയേ, പ്ലെയിൻ ഓഫ് പ്രൊജക്ഷന് ഇൻക്ലൈൻഡ് ആണ് അല്ലെ. അതിനെയാണ് ഒബ്ലിക് പ്രൊജക്ഷൻ എന്ന് പറയാം. 90 അല്ലാത്ത ഏതെങ്കിലും ഒരു ആംഗിളിൽ ചെരിഞ്ഞിട്ടായിരിക്കുന്നത്. അപ്പൊ ഇത്രയുള്ള പ്രൊജക്ടേഴ്സ് പാരലൽ ടു ഈച്ച് അതർ ആണ് ആൻഡ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ആയി കഴിഞ്ഞാൽ ഇത് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ഞാൻ POP എന്ന് എഴുതാണ്, അല്ലെങ്കിൽ പിക്ചർ പ്ലെയിൻ. പ്രൊജക്ടേഴ്സ് തമ്മിൽ പാരലലും പിക്ചർ പ്ലെയിനും പെർപെൻഡിക്കുലർ ആയാൽ ഓർത്തോഗ്രാഫിക് എന്നും, പ്രൊജക്ടേഴ്സ് തമ്മിൽ പാരലലും പക്ഷേ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷന് ഇൻക്ലൈൻഡുമായാൽ അതിനെ വിളിക്കുന്നതാണ് ഒബ്ലിക് പ്രൊജക്ഷൻ. ഓക്കെ, എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, പ്രൊജക്ടേഴ്സ് എങ്ങനെയാണെന്നായിരിക്കും ചോദിക്കുക. നമ്മൾ തെറ്റിയിട്ട് അത് പെർപെൻഡിക്കുലർ എന്നും ഇൻക്ലൈൻഡ് എന്നൊക്കെ എഴുതി വെക്കും. പ്രൊജക്ടേഴ്സ് തമ്മിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ തമ്മിൽ പാരലലാണ്. പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മാത്രമേ ഈ ഒരു കാര്യം എടുത്തു പറയണ്ടു. ഓക്കെ, ഇത്രയും ക്ലാസിഫിക്കേഷൻ ഓക്കെ ആണോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നല്ലേ പറഞ്ഞേ? ക്ലിയർ ആവുന്നില്ല? ഓക്കെ ആണ്. ഓക്കെ, ഇനി കഴിഞ്ഞില്ല കേട്ടോ, നമ്മളിപ്പോ തുടങ്ങിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഈ ഓർത്തോഗ്രാഫിക്കിനെ എഗെയിൻ നമുക്ക് ക്ലാസിഫൈ ചെയ്യണം. ഇവിടെ അത്ര അധികം സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടുത്തയിലേക്ക് ഒന്ന് എടുക്കുക കേട്ടോ. ഇത് അവിടെ എടുക്കാം. ഓർത്തോഗ്രാഫിക്കിന് എന്നിട്ട് അവസാനം നമുക്ക് കംപ്ലീറ്റ്ലി ഡയഗ്രാം കാണാം. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനെ പിന്നെ രണ്ടായിട്ട് തിരിക്കുന്നതാണ്. ഒന്ന് മൾട്ടി വ്യൂ പ്രൊജക്ഷൻ എന്നും അതുപോലെ തന്നെ ആക്സിസിന്റെ സഹായത്തോടു കൂടി വരയ്ക്കുന്ന എക്സനോമെട്രിക് പ്രൊജക്ഷൻ എന്നും. ഓക്കെ, മൾട്ടി വ്യൂ പ്രൊജക്ഷനും എക്സനോമെട്രിക് പ്രൊജക്ഷനും. മൾട്ടി വ്യൂ ഒക്കെ നമ്മൾ വരച്ചിട്ടുള്ളതാ, കോളേജസിലൊക്കെ വരയ്ക്കാറുള്ളതാണ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ, സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ, ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ. ഇതൊക്കെയാണ് മൾട്ടി വ്യൂ പ്രൊജക്ഷനിൽ വരുന്നത്. അപ്പോൾ മൾട്ടി വ്യൂ പ്രൊജക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഇതൊരു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആണ്. ഇതൊരു പാരലൽ പ്രൊജക്ഷൻ തന്നെയാണ്. പ്രൊജക്ടേഴ്സ് തമ്മിൽ പാരലൽ ഒക്കെയാണ്. ഓക്കെ, അപ്പൊ ഇതിൽ 4 ടൈപ്പ് വരുന്നുണ്ട്. ഫസ്റ്റ് ആംഗിൾ, സെക്കൻഡ് ആംഗിൾ, തേർഡ് ആംഗിൾ, ഫോർത്ത് ആംഗിൾ. ഇനി ആക്സിസിന്റെ സഹായത്തോടു കൂടി വരയ്ക്കുന്ന ഒരു 3 ടൈപ്പ് പ്രൊജക്ഷൻ ആണ്. ഒന്ന് ഐസോമെട്രിക് പ്രൊജക്ഷൻ. ഒന്നുമല്ല, ആക്സിസിന്റെ സഹായത്തോടു കൂടി നമ്മൾ വരയ്ക്കുന്നത്. പ്രത്യേകിച്ച് സോളിഡുകളൊക്കെ വരയ്ക്കാനായിട്ടാട്ടോ ഇത് ഉപയോഗിക്കാം. 3 ആക്സിസ് ഉണ്ടെങ്കിലേ ഈ 3 ആക്സിസിനും ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ക്യൂബ് അങ്ങോട്ട് വെച്ച് കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് 3 ഫേസും കാണാം. ഇങ്ങനെ വെക്കുന്നതാണ് ഈ എക്സനോമെട്രിക് എന്ന് പറയുന്നത്. അപ്പൊ അതില് ഐസോമെട്രിക് ഉണ്ട്, ഡൈമെട്രിക് ഉണ്ട്, ട്രൈമെട്രിക് ഉണ്ട്. ഐസോമെട്രിക് പ്രൊജക്ഷൻ, ഡൈമെട്രിക് പ്രൊജക്ഷൻ, ട്രൈമെട്രിക് പ്രൊജക്ഷൻ. ഇതൊക്കെ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടോ. ഐസോമെട്രിക് എന്താണ്, ഓർത്തോഗ്രാഫിക് എന്താണ്, അതുപോലെ തന്നെ ഒബ്ലിക് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. ഇതിപ്പോ ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ ആക്സിസിന്റെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് 3 രീതിയിൽ വരയ്ക്കാം: ഐസോമെട്രിക്, ഡൈമെട്രിക്, ട്രൈമെട്രിക്. ഇനി ഒരു ഒബ്ലിക് ഉണ്ടായിരുന്നു അല്ലെ. ഒബ്ലിക് ഇവിടെ നമുക്ക് കൊള്ളിക്കാന്ന് വിചാരിക്കും. ഒബ്ലിക്കില് പിന്നെയും ഒരു 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ദാറ്റ് ഈസ് കവലിയാർ പ്രൊജക്ഷൻ, അല്ലെങ്കിൽ കവലിയാർ ഒബ്ലിക് പ്രൊജക്ഷൻ, ക്യാബിനറ്റ് ഒബ്ലിക് പ്രൊജക്ഷൻ, അതുപോലെ തന്നെ ജനറൽ ഒബ്ലിക് പ്രൊജക്ഷൻ. ഇപ്പൊ നമുക്ക് പേരറിഞ്ഞിരുന്നാൽ മതി. ജനറൽ
ഒബ്ലിക് പ്രൊജക്ഷൻ. ഓക്കെ, കവലിയാർ, ക്യാബിനറ്റ്, ജനറൽ. ഈ ഒബ്ലിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നതും ഒരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാട്ടോ. ഇനി ഫൈനലി ഒരെണ്ണത്തിനെ കൂടി നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ടുണ്ട്. ദാറ്റ് ഈസ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനെ എത്ര പെർസ്പെക്റ്റീവ് ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ 1 point പെർസ്പെക്റ്റീവ്, 2 point പെർസ്പെക്റ്റീവ്, അതുപോലെ തന്നെ 3 point പെർസ്പെക്റ്റീവ്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സോ പ്രൊജക്ഷൻസിനെ ബേസ്ഡ് ഓൺ പ്രൊജക്ടേഴ്സിനനുസരിച്ചിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് പാരലലും പെർസ്പെക്റ്റീവും. പ്രൊജക്ടേഴ്സ് തമ്മിൽ പാരലൽ ആണെങ്കിൽ പാരലൽ പ്രൊജക്ഷൻ, ഒരു പോയിന്റിലേക്ക് വന്ന് മീറ്റ് ചെയ്യുകയാണെങ്കിൽ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ. പാരലൽ തന്നെ വരുന്ന രണ്ട് കാറ്റഗറിയാണ് ഓർത്തോഗ്രാഫിക്കും ഒബ്ലിക്കും. അപ്പൊ ഓർത്തോഗ്രാഫിക് എപ്പോഴും ആലോചിക്കുക, പ്രൊജക്ടേഴ്സ് ആർ പാരലൽ ടു ഈച്ച് അതർ ആണ്, ബട്ട് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ഒബ്ലിക് ആണെങ്കിലോ പ്രൊജക്ടേഴ്സ് പാരലൽ ടു ഈച്ച് അതർ തന്നെ, പക്ഷെ ഇൻക്ലൈൻഡ് ടു പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ടു പിക്ചർ പ്ലെയിൻ ആയി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഒബ്ലിക് പ്രൊജക്ഷൻ എന്ന് വിളിക്കുക. പിന്നെ ആ ഒബ്ലിക്കിനെ തന്നെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു, കവലിയാർ, ക്യാബിനറ്റ്, ജനറൽ ഒബ്ലിക്ക്. ഇനി ഓർത്തോഗ്രാഫിക്കിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തതാണ് മൾട്ടി വ്യൂവും ആക്സോനോമെട്രിക്കും. മൾട്ടി വ്യൂവില് 4 സിസ്റ്റങ്ങളുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് ആംഗിൾ, സെക്കൻഡ് ആംഗിൾ, തേർഡ് ആംഗിൾ സിസ്റ്റം, ഫോർത്ത് ആംഗിൾ സിസ്റ്റം. എക്സോനോമെട്രിക്കിൽ 3 എണ്ണം വന്നു, ഐസോമെട്രിക്, ഡൈമെട്രിക്, ട്രൈമെട്രിക്. ഓക്കെ, ഇതാണ് ബേസിക് ക്ലാസിഫിക്കേഷൻ ട്ടോ. സോ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കാണാം. ഇതാണോ, പ്രൊജക്ടേഴ്സ് തമ്മിൽ പാരലലാണ്, ഒരു പോയിന്റിലേക്ക് വന്ന് മീറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കൺവേർജന്റ് അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ്. ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. സോ പാരലൽ പ്രൊജക്ഷനിൽ 2-3 അസംഷൻസും കൂടി ഉണ്ട്. നമുക്കറിയാലേ, പ്രൊജക്ടേഴ്സ് തമ്മിൽ പാരലൽ ആവണമെങ്കിൽ ഈ ഒബ്സർവറിന്റെ ഐ ഇൻഫിനിറ്റിയിലായിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ ഇവിടെയാണ് നമ്മുടെ കണ്ണിരിക്കുന്നത്, ഇവിടെയാണോ ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ഇത് തമ്മിൽ പാരലാണോ ഈ പ്രൊജക്ടേഴ്സ്? അല്ല അല്ലെ, തമ്മിൽ പാരലൊന്നല്ല. അതുകൊണ്ട് നമ്മളൊരു അസംഷൻ വെക്കുകയാണ്, ഒബ്സർവറിന്റെ ഐ എവിടെ നിന്നിരിക്കണം? ഇൻഫിനിറ്റിയിൽ ഇരിക്കണം, അനന്തതയിൽ എവിടെയെങ്കിലും ആയിരിക്കും ഒബ്സർവറിന്റെ ഐ വെച്ചിരിക്കണേ എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. എന്നിട്ട് വേണം കേട്ടോ അത് പറയാനായിട്ട്. ഓക്കെ, ഇതൊക്കെയാണോ ക്ലാസിഫിക്കേഷൻ? ഇത്രയും എണ്ണം പറഞ്ഞത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? അതോ സ്പീഡ് കൂടിയോ? സാറേ, ഈ ഒബ്ലിക്യൂന്റെ ആംഗിള് 90 ഡിഗ്രി കുറവായിരിക്കുമോ? 90 ഡിഗ്രിനേക്കാൾ കുറവായിരിക്കും. പ്ലെയിൻ ഓഫ് പ്രൊജക്ഷന് ശരിക്കും ഇൻക്ലൈൻഡ് എന്നേ പറയുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ 2 രീതിയിൽ ചിന്തിക്കാം. എവിടെ നിന്നാണോ ആംഗിൾ മെഷർ ചെയ്യണേന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ടോ. ഇപ്പോ ഇതാണ് പിക്ചർ പ്ലെയിൻ, ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നിന്നാണ് ആംഗിൾ മെഷർ ചെയ്യുന്നതെങ്കിൽ 90നേക്കാൾ കൂടുതലാണ്. ഓക്കെ, സാധാരണ നമ്മൾ ഈ ചെറിയ ആംഗിൾ എപ്പോഴും പറയാം, അത് അക്യൂട്ട് ആംഗിൾ ആയിരിക്കും, എന്തായാലും 90നേക്കാൾ കുറവായിരിക്കും. ഓക്കെ, അപ്പോ ഇൻക്ലൈൻഡ് എന്ന് മാത്രം പറയുന്നതായിരിക്കും ഇത്തിരി കൂടി നല്ലത്. അപ്പോ പാരലൽ പ്രൊജക്ഷൻസിന്റെ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്. ഒബ്സർവറിന്റെ ഐ ഇവിടെയാണ്, ഇൻഫിനിറ്റിയിലാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. പ്രൊജക്ടേഴ്സ് തമ്മിൽ പാരലലാണ് എന്നുള്ളതും നമുക്കറിയാം, പാരലൽ പ്രൊജക്ഷൻ അല്ലേ. ഇനി ഓർത്തോഗ്രാഫിക് ആണെങ്കിൽ ഇതും ഒരു ടൈപ്പ് ഓഫ് പാരലൽ പ്രൊജക്ഷനാ. ഇവിടെ ഇതാണ് ഇമ്പോർട്ടന്റ്, എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന പോയിന്റ്. പ്രൊജക്ടേഴ്സ് എങ്ങനെയാ? പാരലലാണ്, തമ്മിൽ പാരലലാ. പക്ഷെ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എങ്ങനെയാ? പെർപെൻഡിക്കുലർ ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോരുത് കേട്ടോ. കാരണം ഓർത്തോ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ മീനിങ് പെർപെൻഡിക്കുലർ എന്നാ. അപ്പൊ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷന് പെർപെൻഡിക്കുലർ ആണ്, പക്ഷെ പ്രൊജക്ടേഴ്സ് തമ്മിൽ എങ്ങനെയാണ്? പാരലലാണ്. ഇത് മാറരുതേ. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ഡ്രോയിങ് ആണ്. നമ്മൾ ക്വാഡ്രന്റുകളായിട്ടായിരിക്കും നമ്മൾ ഇതിനൊക്കെ ഇനി വരയ്ക്കുക. ഓക്കെ, സോ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ നമ്മൾ 3 ഡയമെൻഷൻ ഉണ്ടെങ്കിൽ അതിൽ 2 ഡയമെൻഷനെ കാണിക്കുള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റാ. 3 ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ, 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത്, വിഡ്ത്തും ഹൈറ്റും ഒക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും 2 എണ്ണല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഓർത്തോഗ്രാഫിക്കില്. കാരണം ഇതാണ് ഒരു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. നോക്കുക, മോളിൽ നിന്ന് നോക്കുന്നു. ശരിക്കും ഇതിന് എന്തൊക്കെയുണ്ട്? ഇതിന് ലെങ്ത്തും വിഡ്ത്തും തിക്നെസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3D ഒബ്ജക്റ്റ് അല്ലെ. മോളിൽ നിന്ന് നോക്കുമ്പോൾ നോക്കിയേ, ഈ ലെങ്ത്തും കാണാം, ഈ വിഡ്ത്തും കാണാം. 2 വ്യൂ അല്ലേ ഉള്ളൂ, 2 ഡയമെൻഷൻസ് അല്ലേ ഉള്ളൂ. ഇനി ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാ കാണാതാ?
ഈ ഒരു ഭാഗവും കാണാം അല്ലെ, ഈ മൊത്തം ഭാഗങ്ങൾ കാണാം. സോ അവിടെയും എന്താ ലെങ്ത്തും വിഡ്ത്തും മാത്രമേ ഉള്ളൂ. സോ ഒരു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ 3 ഡയമെൻഷനിൽ 2 ഡയമെൻഷൻസേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ 3 പോയിന്റുകളും എക്സാമിന് ചോദിക്കുന്ന. സോ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഈസ് എ മെത്തേഡ് ഓഫ് റെപ്രസെന്റിങ് 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ ഒരു 2 ഡയമെൻഷണൽ ഡ്രോയിങ് ഷീറ്റിലേക്ക് കാണിക്കുന്നതാണ്. ഓക്കെ, ബൈ പ്രൊജക്ടിങ് ഇൻടു എ പെർപെൻഡിക്കുലർ പ്ലെയിൻസ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ പ്രൊജക്ട് ചെയ്യും. ഈ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു ഫിഗറിലേക്ക് നോക്കിയേ, ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിൻ വെച്ചിട്ട് അതിലേക്ക് ഇതിനെ പ്രൊജക്ട് ചെയ്തിരിക്കല്ലേ. അപ്പൊ 2 ഡയമെൻഷൻസേ നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റുള്ളൂ. അതിനെയാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എഴുതാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞോളൂ കേട്ടോ. പറയുന്നതാണെങ്കിൽ ഈ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ കാണാൻ പറ്റത്തില്ലയോ? കാണാൻ പറ്റും, പക്ഷെ നമുക്ക് വരയ്ക്കുന്നത് റൈറ്റ് സൈഡ് വ്യൂ ആണോ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണോ കാണാൻ പറ്റുന്നത്? ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് കേട്ടോ. അത് ആ ഫിഗറിൽ അങ്ങനെ വെച്ചിട്ടുണ്ടെന്നുള്ളൂ. നമ്മൾ സാധാരണ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 വ്യൂ പറയുമ്പോഴേ എപ്പോഴും ടോപ്പ് വ്യൂ, അതുപോലെ തന്നെ ഫ്രണ്ട് വ്യൂ, പിന്നെ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് പറയാ. ഓക്കെ, ഇതിലിപ്പോ റൈറ്റ് സൈഡ് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. അതിന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു നിർബന്ധമില്ല. പക്ഷെ നമ്മുടെ PSC പോയിന്റ് ഓഫ് വ്യൂല് ഏതൊക്കെ വ്യൂ ആണ് എപ്പോഴും വരയ്ക്കാന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ടോപ്പ് വ്യൂ, അതുപോലെ തന്നെ ഫ്രണ്ട് വ്യൂ, പിന്നെ പറയണത് ലെഫ്റ്റ് സൈഡ് വ്യൂ. ശരിക്കും പറഞ്ഞാൽ സൈഡ് വ്യൂന്നേ ആവശ്യമുള്ളൂ. അത് റൈറ്റ് ആവണോണ്ട് ലെഫ്റ്റ് ആവണോണ്ട് കുഴപ്പമില്ല. പക്ഷെ PSC ആൻസർ ആയിട്ട് എപ്പോഴും പറയാൻ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. ഓക്കെ, ഇതിൽ കൊടുത്തിട്ടുള്ള ഇമേജ് നോക്കണ്ട, അതിൽ റൈറ്റ് സൈഡ് വ്യൂ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ലെഫ്റ്റ് സൈഡ് ആക്കിയാൽ മതി. ഈ 3 വ്യൂ ആണ് കേട്ടോ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ബാക്കി വ്യൂകളും വരയ്ക്കാം, പക്ഷെ ഈ 3 എണ്ണമാണ് ഏറ്റവും അധികം വരയ്ക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.